നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. USA, UK, കാനഡ, അതല്ലെങ്കിൽ ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജർമ്മനി ഈ രാജ്യങ്ങളിലൊക്കെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോയി പഠിക്കുമ്പോൾ എടുക്കുന്ന സമയ ദൈർഘ്യത്തേക്കാൾ കുറഞ്ഞ സമയത്ത് പഠനം പൂർത്തീകരിക്കുവാനും എന്തിന് ചിലവ് കുറച്ചുകൊണ്ട് പഠിക്കുവാനും ഒക്കെ സഹായകരമായ, എന്നാൽ അവിടെ പഠിക്കുന്നവർക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്റ്റേ ബാക്ക് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. സ്റ്റഡി അബ്രോഡ് ആക്സിലറേറ്റർ പ്രോഗ്രാം. ഏതാണ്ട് 50 ലക്ഷം രൂപ വരെ ബെനിഫിറ്റ് ലഭ്യമായേക്കാവുന്ന ചില അവസരങ്ങൾ. ഈ വിദേശ പഠനത്തിനെടുക്കുന്ന സമയവും അല്ലെങ്കിൽ അതിൻ്റെ ചെലവും ഒക്കെ കുറയ്ക്കുവാൻ സഹായകരമാണ് എന്ന് മാത്രവുമല്ല, അതാത് രാജ്യങ്ങളിൽ അതാത് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുവാനും അതേപോലെ വിസ ലഭിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഉയർത്തുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വിദേശ പഠനത്തിനായിട്ട് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി തന്നെ ഏതാണ്ട് 1 വർഷത്തോളം പലരും മാറ്റിവെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഈ IELTS, TOEFL പോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, അതല്ലെങ്കിൽ GRE, GMAT പഠനം, ഇതൊന്നും അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻസ്, ഉദാഹരണത്തിന് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ LOR, അല്ലെ ട്രാൻസ്ക്രിപ്റ്റ്, ഇതൊക്കെ അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഇവയൊക്കെ റെഡിയാക്കുക, അല്ലെങ്കിൽ SOP തയ്യാറാക്കുക, അല്ലെങ്കിൽ ബാങ്ക് ലോണുകൾ, APS പോലെയുള്ള സർട്ടിഫിക്കേഷനുകൾ ശരിയാക്കുക, വിസ പ്രോസസ്സിങ് ഒക്കെ കഴിയുമ്പോൾ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ സാധാരണഗതിയിൽ നഷ്ടപ്പെടാറുണ്ട്. ഈ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ലീവൊക്കെ എടുത്ത് ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉള്ള ഓട്ടം ഒത്തിരി ശ്രമകരമാണ്. ഈ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളൊക്കെ ചില കാര്യങ്ങളിലൊക്കെ സഹായിക്കുമെങ്കിലും പല കാര്യങ്ങൾക്കും നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ടതായിട്ട് വന്നേക്കാം. അതേപോലെ തന്നെയാണ് പല രാജ്യങ്ങളിലും ഈ അഡ്മിഷൻ ഇൻടേക്ക് വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1 ഇയറോളം നമ്മൾ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയം സേവ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, സമയം മാത്രമല്ല ചിലവും ഗണ്യമായിട്ട് കുറയ്ക്കുവാനായിട്ട് കഴിയും. വിദേശത്ത് ആദ്യത്തെ 1 ഇയറിലേക്കുള്ള പഠന ചെലവ്, അതേപോലെ ഈ ഫസ്റ്റ് ഇയറിലെ വിദേശ താമസ ഭക്ഷണ ചെലവുകൾ, ലിവിങ് എക്സ്പെൻസുകൾ, അതുമാത്രമല്ല ഈ IELTS അല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച GRE, GMAT പോലെയുള്ളതിൻ്റെ ഒക്കെ ട്രെയിനിങ് ഫീസ് ഒക്കെ ലാഭിക്കുവാനായിട്ട് കഴിയും. അതായത് ഏകദേശം ഒരു 25 മുതൽ 50% വരെ ആക്ച്വൽ ചിലവാകുന്ന തുക നമുക്ക് ലാഭിക്കുവാൻ കഴിയും. എന്ന് മാത്രവുമല്ല ഒരു 30 ലക്ഷം വരെ ബെനിഫിറ്റ് നേടുവാൻ കഴിയുകയും ചെയ്യും. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സ്റ്റഡി അബ്രോഡ് ആക്സിലറേറ്റർ പ്രോഗ്രാം എന്നുള്ളത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. അപ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് ഞാനൊന്ന് വിശദമാക്കാം. ഈ വിദേശത്ത് പോയിട്ട് 1.5 or 2 വർഷത്തെയൊക്കെയുള്ള PG മാസ്റ്റേഴ്സ് പഠനം, അല്ലെങ്കിൽ 3 or 4 വർഷത്തെയൊക്കെയുള്ള അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി പഠനത്തിൻ്റെ ഫസ്റ്റ് ഇയർ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കുവാനായിട്ട് കഴിയും. ഇന്ത്യയിൽ മാത്രമല്ല GCC ഗൾഫ് രാജ്യങ്ങളിലും ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. ബാക്കി പഠനം മാത്രം വിദേശത്ത് അതാത് രാജ്യത്ത് അല്ലെങ്കിൽ അതാത് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ച് നിങ്ങൾക്ക് ഈ ഡിഗ്രി പൂർത്തീകരിക്കാനായിട്ട് കഴിയും. സ്റ്റേ ബാക്ക് പോലെയുള്ള പൂർണ്ണമായും വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടുവാൻ കഴിയുകയും ചെയ്യും. ഈ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ചില വിദേശ യൂണിവേഴ്സിറ്റികളുടെയും ഇന്ത്യയിലെ ചില ടോപ്പ് സ്ഥാപനങ്ങളുടെയും ഒരു ടൈപ്പിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അതായത് വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ട് ടൈപ്പുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ സൗകര്യമുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിച്ച് നേടുന്ന ക്രെഡിറ്റുകൾ വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ പോയി ബാക്കി പഠനം പൂർത്തീകരിച്ച് ബാലൻസ് ക്രെഡിറ്റും കൂടി നേടി അതാത് വിദേശ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി നേടുവാനായിട്ട് കഴിയും. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൂടി ഡുവൽ സർട്ടിഫിക്കേഷനും ഇവിടെ ലഭ്യമാണ്. ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളായ IIT ബാംഗ്ലൂർ, അല്ലെങ്കിൽ IMT ഗാസിയാബാദ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് ഈ അവസരങ്ങളുള്ളത്. MSc അല്ലെങ്കിൽ MS, MBA പോലെയുള്ളവ, അത് ടെക്നിക്കൽ മേഖലയിലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മേഖലയിലും ഏതാണ്ട് 200-ലധികം പ്രോഗ്രാമുകൾ ലഭ്യമാണ്. എല്ലാ മാസവും ഇതിലേക്കൊക്കെയുള്ള അഡ്മിഷനുകൾ നടക്കുന്നുണ്ട്, ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നേരിട്ടുള്ള അഡ്മിഷന്
പോലെ അടുത്ത ഇൻടേക്കിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അഡ്മിഷൻ എടുത്ത് ഇവിടെ പഠനം ആരംഭിക്കുവാൻ കഴിയും. ഓർക്കുക, ഏകദേശം ഒരു 7 മാസം മുതൽ 12 മാസത്തിൽ താഴെ സമയം കൊണ്ടിട്ട് ഈ ആദ്യ വർഷത്തെ പഠനം പൂർത്തീകരിച്ച് നിശ്ചിത ക്രെഡിറ്റുകൾ നേടുവാനായിട്ട് കഴിയും. ഫീസ് താരതമ്യേന വളരെ കുറവായിരിക്കും. ഏകദേശം ഒരു 4 ലക്ഷത്തോളവുമായിരിക്കും ഈ സമയത്ത് ഫീസായിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരിക. ഇതിനകത്ത് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് മാത്രമല്ല, നിങ്ങളുടെ IELTS ട്രെയിനിങ് വരെ ഉൾക്കൊള്ളുന്നതായിരിക്കും. ഈ ഇന്ത്യയിലെ പഠനം കൂടുതലും ഓൺലൈൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ ജീവിത ചെലവുകൾ ഇല്ലാതെ തന്നെ ആ പഠനം പൂർത്തീകരിക്കാനായിട്ട് കഴിയും. ഇനി ഈ ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ ഒക്കെ പോയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവിടുത്തെ ജീവിത ചെലവുകൾ വിദേശ രാജ്യത്തെ ജീവിത ചെലവുകളേക്കാൾ കുറവായതിനാൽ തന്നെ അങ്ങനെ ഒരു ലാഭം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഫീസിലെയും ലിവിങ് എക്സ്പെൻസിലെയും ഒക്കെ സേവിങ്ങുകൾ കൊണ്ട് തന്നെ ആദ്യ വർഷം തന്നെ ഏകദേശം ഒരു 20 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഇന്ത്യയിലെ പഠന സമയത്ത് നിങ്ങൾക്ക് ഈ നിശ്ചിത ക്രെഡിറ്റുകൾ നേടാം എന്ന് മാത്രവുമല്ല, ആ സമയത്ത് IELTS ട്രെയിനിങ് ഒക്കെ പൂർത്തീകരിച്ച് അത് സർട്ടിഫൈ ആകാം. അതേപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടുള്ള ആ സമയം അവിടെ ലാഭിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ വിദേശത്ത് 1 ഇയർ പഠനത്തിന് തുല്യമായ ക്രെഡിറ്റുകൾ അതിൽ കുറഞ്ഞ സമയം കൊണ്ട് നാട്ടിലിരുന്ന് പൂർത്തീകരിക്കാം എന്ന് മാത്രവുമല്ല, ഈ GRE GMAT പോലെയുള്ള ചില വേവറുകൾ നിങ്ങൾക്ക് നേടുവാനായിട്ടുള്ള അവസരങ്ങളുമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1 വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും. പിന്നീട് നിങ്ങളുടെ ബാലൻസ് ക്രെഡിറ്റ് നേടുവാനായിട്ട് അല്ലെങ്കിൽ ബാലൻസ് പഠനത്തിനായിട്ട് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന രാജ്യത്തേക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് പറക്കാം. അപ്പോൾ UK, കാനഡ, ഫ്രാൻസ്, USA പോലെ പല രാജ്യങ്ങളിലെയും പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഈ പ്രോഗ്രാമിന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുക. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ഇയർ പഠനം വിദേശത്ത് നടത്താം. ആ സമയത്ത് നിങ്ങളുടെ പഠന ഫീസ്, ജീവിത ചെലവുകളൊക്കെ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം അറിയുക. എന്നാൽ സ്കോളർഷിപ്പ് സാധ്യതകളുണ്ട് എന്നും കൂടി അറിയുക. അങ്ങനെ അതാത് രാജ്യങ്ങളിൽ നിങ്ങളുടെ പഠനം പൂർത്തീകരിച്ച് അതാത് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രിയും അതേപോലെ ഇന്ത്യയിലെ സർട്ടിഫിക്കേഷനും ഡുവൽ സർട്ടിഫിക്കേഷൻ നേടുവാൻ കഴിയുകയും ചെയ്യും. പിന്നീട് ആ രാജ്യങ്ങളിൽ പൂർണ്ണമായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ ആനുകൂല്യങ്ങളും സ്റ്റേ ബാക്ക് ഉൾപ്പെടെ നേടിക്കൊണ്ട് ആ രാജ്യത്ത് ജോലിയിലെ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. ഓർക്കുക, ഇന്ത്യയിൽ ആരംഭിച്ച ഒരു പഠനത്തിൻ്റെ പൂർത്തീകരണത്തിനാണ്, ബാലൻസ് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത് എന്നതിനാൽ തന്നെ വിസ റിജക്ഷൻ പോലെയുള്ള സാധ്യതകൾ തുലോം കുറവായിരിക്കും. അതുമാത്രവുമല്ല, ഈ 1 വർഷത്തോളം ഈ ആക്സിലറേറ്റർ പ്രോഗ്രാമിൽ നിങ്ങൾ സേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 വർഷം മുമ്പ് തന്നെ ഫുൾ ടൈം ജോലിയിലേക്ക് എത്തുന്നതിനും അതിലൂടെ ഏകദേശം ഒരു 30 ലക്ഷത്തോളം രൂപ കൂടുതൽ നേട്ടമുണ്ടാക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ച 20 ലക്ഷത്തിൻ്റെ സേവിങ്സും പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു 30 ലക്ഷം രൂപയും കൂടെ കൂട്ടുവാണെങ്കിൽ ഏകദേശം 50 ലക്ഷത്തോളം ഇന്ത്യൻ റുപ്പീസാണ് നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് ഈ പ്രോഗ്രാമിലൂടെ ലഭ്യമാവുക. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് ശേഷം സെക്കൻഡ് ഇയറിൽ വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ ഇന്ത്യയിലെ പഠനം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഈ ഡിഗ്രികൾ നേടുവാനായിട്ട് കഴിയും. ഇനി എങ്ങനെയാണ് ഈ ഒരു ആക്സിലറേറ്റർ പ്രോഗ്രാമിന് അഡ്മിഷൻ നേടുവാനായിട്ട് കഴിയുക? അതിന് സഹായകരമായ ഒരു കൺസൾട്ടൻസിയെ ഞാനൊന്ന് സൂചിപ്പിക്കാം. സ്ട്രിൻസ് കൺസൾട്ടൻസി സർവീസസ് ആണ് ആ ഒരു കൺസൾട്ടൻസി. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കൺസൾട്ടൻസികളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു അവസരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്രദമാണ്, ഇതിലൊരു സേവിങ്സ് സാധ്യമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏതായാലും എൻ്റെ വാക്ക് മാത്രം മുകളിലേക്ക് എടുക്കാതെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഭാവി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.